ഈ കാണുന്ന മനോഹരമായ ഒരു വീടും 38 സെന്റ് സ്ഥലവും നമുക്കിന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിരിക്കുന്നതാണ്. ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വാഹനങ്ങൾക്കും സഞ്ചരിക്കാനുള്ള നല്ല ടാർ റോഡ് ഫേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത്. തൊട്ടടുത്തും അയൽപക്കത്തും എല്ലാം തന്നെ ഈ കാണുന്ന പോലെ ഒരുപാട് വീടുകളുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. മൊത്തം 38 സെൻറ്റാണ് ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വരുന്നത്. 1100 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂം, ഹാള്, കിച്ചണ്, വർക്ക് ഏരിയ, അറ്റാച്ച്ഡ് ബാത്റൂംസ് തുടങ്ങിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ഒരു പ്രോപ്പർട്ടിക്കകത്തുണ്ട്. അതുപോലെ തന്നെ മുന്നിലായി എല്ലായ്പ്പോഴും വെള്ളം ലഭിക്കുന്ന ഒരു ഓപ്പൺ കിണറും ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വന്നിട്ടുണ്ട്. മുഴുവനായും ഇഷ്ടിക കൊണ്ടാണ് കിണറെല്ലാം തന്നെ നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ലൊക്കേഷനായിട്ട് വരുന്നത് നമ്മുടെ സ്വന്തം പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിലെ കോങ്ങാട് ഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. കോങ്ങാടിൻ്റെ ഹൃദയഭാഗത്തായി കോങ്ങാട് ടൗണിൽ നിന്നും 1 കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം. നമുക്ക് താമസിക്കാനായി ഒരു പെയിൻറ്റിങ്ങും പോലും ചെയ്യാതെ നേരിൽ വന്ന് കയറി താമസിക്കാവുന്ന രീതിയിലാണ് വീടിപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്നത്. പെയിൻറ്റിങ്ങും മറ്റ് എല്ലാ വർക്കുകളും ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു വീടാണ്. ഓണറാണ് ഇവിടെ താമസിക്കുന്നത്. അവരുടെ സ്വന്തം ആവശ്യാനുസരണമാണ് ഈ വീട് പണി കഴിപ്പിച്ചത്. ഏകദേശം 10-12 വർഷം മാത്രമാണ് വീടിൻ്റെ പഴക്കമായിട്ട് വരുന്നത്. നമുക്ക് നല്ലൊരു പൂജാ റൂം കാര്യങ്ങൾ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്നുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ബെഡ്റൂംസുകൾ രണ്ടും തന്നെ വന്നിരിക്കുന്നത്. 2 കട്ടിലും അലമാരയും ഒക്കെ ഇടാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അലമാര കുറച്ച് ഉള്ളിലോട്ട് മാറി ഈ കബോർഡ് വർക്കുകളും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിനകത്ത് നമുക്ക് ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്നും നേരെ ഫ്രണ്ടിലോട്ടായിട്ട് ഈ ഒരു ഭാഗത്താണ് അടുത്തൊരു ബെഡ്റൂം സ്പേസ് വരുന്നത്. ഇതും അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം അതിനുശേഷം നല്ലൊരു ഡൈനിങ് സ്പേസ് വന്നിട്ടുണ്ട്. ഒരു ഹാള് ഡൈനിങ് ആണ്. അത് കഴിഞ്ഞ് അപ്സ്റ്റെയർ മുകളിലോട്ട് വീടിനകത്തൂടെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലോട്ടൊക്കെ വീട് നിർമ്മിക്കാൻ ആവശ്യമാണെങ്കിൽ നമുക്കത് ചെയ്തെടുക്കാവുന്നത് കൂടിയാണ്. നല്ല രീതിയിൽ തന്നെയാണ് ഇവരിത് നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡൈനിങ് സ്പേസ് കഴിയുകയാണെങ്കിൽ തൊട്ടടുത്ത് തന്നെയായി ഒരു ചെറിയൊരു വാഷ് കൗണ്ടറും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു കിച്ചണും വർക്ക് ഏരിയയും ഈ ഒരു ഭാഗത്ത് ഇവർ കൊടുത്തിട്ടുണ്ട്. ഇതൊരു വർക്ക് ഏരിയയുടെ സ്പേസാണ്. ഇതിനകത്ത് നമുക്ക് വിറകടുപ്പിൻ്റെ പുകയില്ലാത്ത ആലുവ അടുപ്പിൻ്റെ ഒരു ഭാഗം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു കൊട്ടത്തളമൊക്കെ ഈ ഒരു ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. എല്ലാ വർക്കും ഫിനിഷ് ചെയ്താണ്. എല്ലാ ഭാഗത്തും തന്നെ ടൈലും മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്ത് നല്ല വൃത്തിയായി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു പ്രോപ്പർട്ടി തന്നെയാണ്. അപ്പം ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ കോങ്ങാട് ഭാഗത്താണ്. കോങ്ങാടിൻ്റെ ടൗണിൽ തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത്. മൊത്തം 38 സെൻറ്റാണ് ഈ സ്ഥലമായിട്ട് വരുന്നത്. അതിനകത്ത് നല്ല റോഡിനോട് ചേർന്നുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീടും വെച്ചിരിക്കുന്നത്. 2-3 കാറുകൾക്ക് സുഖമായി നിർത്താൻ പാകമുള്ള നല്ല മുറ്റവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം തന്നെ ഫ്രണ്ടിൽ മുഴുവനായിട്ടും കോൺക്രീറ്റ് കൊണ്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് വീടിൽ നിന്നും അത്യാവശ്യം നല്ലൊരു സ്പേസ് ഈ ഭാഗത്ത് കൃഷിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനായിട്ട് നല്ല മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് പോകുന്ന ഒരു കൃഷിസ്ഥലവും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഇതിനകത്ത് നമുക്ക് ഒരു 3-4 മാവ്, അതുപോലെ തന്നെ പ്ലാവ്, ഒരു 10-15ഓളം തെങ്ങുകൾ, വാഴ തുടങ്ങി അത്യാവശ്യം വേണ്ട ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മരങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കൊരു കുറച്ച് കൂടുതൽ ഭൂമിയും അതുപോലെ തന്നെ ഒരു വീടും ഒക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഏറ്റവും നല്ല ഒരു ഓപ്ഷനായിരിക്കും ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ സോഴ്സ് നമ്മൾ പറഞ്ഞ പോലെ ഒരു ഓപ്പൺ കിണറുണ്ട്. അതുപോലെ തന്നെ ബാക്കിലായിട്ട് ഒരു കൊക്കർണി അഥവാ ഒരു ചെറിയൊരു കുളമൊക്കെ ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വരുന്നതാണ്. നമുക്ക് മീനോ കാര്യങ്ങളോ വളർത്തണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ കൃഷിക്കോ കാര്യങ്ങൾക്കൊക്കെ വെള്ളം എടുക്കാനൊക്കെ പാകത്തിലുള്ള നല്ല വൃത്തിയായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ് ഈ കാണുന്നത്. അപ്പം ഈ ഒരു പ്രോപ്പർട്ടിയുടെ വിലയായിട്ട് ഓണർ ചോദിക്കുന്നത് 48 ലക്ഷം രൂപയാണ്. കാരണം സ്ഥലത്തിന് തന്നെ നമുക്ക് നല്ല മാർക്കറ്റ് വിലയുള്ള ഒരു ഏരിയ കൂടിയാണ്. കോങ്ങാടിൻ്റെ ടൗണിൽ തന്നെയാണ്, കോങ്ങാട് ടൗണിൽ തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. അപ്പം 48 ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത്. ചെറിയ രീതിയിലുള്ള നെഗോസിയേഷനും നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് നടക്കുന്നതാണ്. പിന്നെ ഇവിടെ നിന്ന് ഏകദേശം ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ സ്കൂള്, അതുപോലെ തന്നെ നമ്മുടെ പെട്രോൾ പമ്പ്, സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളിലേക്കും 1 കിലോമീറ്റർ മാത്രമാണ് ദൂരമായിട്ട് വരുന്നത്.
ജസ്റ്റ് ഒന്ന് നമുക്ക് നടന്നു കഴിഞ്ഞാൽ സ്കൂളിലോട്ടാണെങ്കിലും അതല്ല നമുക്കൊരു സൂപ്പർ മാർക്കറ്റോ സാധനങ്ങൾ മേടിക്കുന്നതിനോ എല്ലാ കാര്യങ്ങൾക്കും ജസ്റ്റ് ഒന്ന് നടന്നാൽ എത്താവുന്ന ദൂരം മാത്രമാണ് വരുന്നത്. അതുപോലെ തന്നെ കോങ്ങാട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ജസ്റ്റ് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. ഒരു ഓട്ടോ പോലും വിളിക്കാതെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ട് എത്തിച്ചേരാവുന്നതാണ്. അപ്പം ഈ ഒരു പ്രോപ്പർട്ടി നേരിൽ കാണുന്നതിനും കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഒക്കെ ആയിട്ട് നമ്മളുടെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും പ്രോപ്പർട്ടീസുകൾ വിൽക്കാനുണ്ടെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ബാക്ക് കിടക്കുന്ന ഒരു പോയിൻ്റാണ്. നല്ല കൃഷി സ്ഥലമാണ് ബാക്കിലായിട്ട് കിടക്കുന്നത്. അതുപോലെ തന്നെ വീടിനോട് ചേർന്ന് കൊണ്ട് കിടക്കുന്ന ഒരു ചെറിയ ഒരു മീൻകുളമൊക്കെയാണ് ഇത്. ഇത് ചുറ്റും കരിങ്കല്ല് കൊണ്ടൊക്കെ നിർമ്മിച്ചെടുത്ത് നല്ല മനോഹരമായിട്ട് തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി ഇവർ നിലനിർത്തി പോകുന്നത്. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങളായിട്ട് വരുന്നത്. കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നമ്മളുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ പേപ്പേഴ്സും കാര്യങ്ങളും എല്ലാം തന്നെ പക്ക ക്ലിയർ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ലോണോ മറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നെ കയ്യിൽ തന്നെയുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ ചെറിയ രീതിയിലൊക്കെ നമുക്ക് നെഗോസിയേഷനും ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് കിട്ടുന്നതാണ്. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.